ഹലോ, ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഏറ്റവും സിമ്പിളായിട്ട് എന്നാൽ നല്ല ഭംഗിയിൽ മിറർ വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ്. അതിനായി ഇതുപോലെ മിററുകൾ വാങ്ങിക്കാൻ കിട്ടും. പല വലുപ്പത്തിലും പല ഷേപ്പിലും ഉള്ളത് കിട്ടും. ഇതിൽ ചെറുതും വലുതും ഒക്കെ കിടപ്പുണ്ട്. ഞാൻ സാധാ ഒരു തീരെ ചെറുതല്ല, ഒരു വലുപ്പത്തിലുള്ള ഈ ഒരു വലുപ്പത്തിലുള്ള ഒരു ഇതുകൊണ്ടാണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ആദ്യമായിട്ട് നമ്മളിപ്പം കണ്ട പോലെ തന്നെ ഈ ഫാബ്രിക് ഗ്ലൂ വെച്ച് ഇതൊന്ന് ഒട്ടിച്ച് വെക്കും. ഒട്ടിച്ച് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഉണങ്ങാനുള്ളൊരു 2 മിനിറ്റ് കൊടുക്കുക. ശേഷം നമ്മൾ ആങ്കറിൻ്റെ ഈ ഒരു ത്രെഡ് വെച്ചാണ് ഇത് ചെയ്യാൻ പോകുന്നത്. ആങ്കറിൻ്റെ ഈ ഒരു തരുന്ന ത്രെഡ് 6 ഇഴയാണ് ഇങ്ങനെ ഒറ്റ ഒരു നൂല് വരുന്നത്. അത് നമ്മൾ അതിൻ്റെ പകുതിയായിട്ട് 3 ഇഴയായിട്ട് എടുത്താണ് നമ്മൾ ഈ വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് മിററിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ത്രെഡ് കോർത്ത് മുകളിലോട്ട് എടുക്കുകയാണ്. ശേഷം ഈ മിററിനെ ക്രോസ് ചെയ്തുകൊണ്ട് നേരെ ഓപ്പോസിറ്റ് അല്ല, ഇതിനെ ഇപ്പോൾ ഒരു 4ആയിട്ട് ഡിവൈഡ് ചെയ്യാവുന്ന പോലെയാണ് ഞാൻ ചെയ്യുന്നത്. ഇതിലും ചെറിയ മിററാണെങ്കിൽ 3ആയിട്ട് ചെയ്യാവുന്ന പോലെ ചെയ്താലും മതി. ഇങ്ങനെ ആദ്യം ഒന്ന് കുത്തുക. ആ കുത്തിയതിൻ്റെ അപ്പം മിററിനൊരു പിടുത്തം വരാൻ വേണ്ടിയിട്ടുള്ളൊരു സ്റ്റിച്ചുകളാണ് ഇതെല്ലാം. അപ്പം കണ്ടില്ലേ, അതിൻ്റെ തൊട്ട് പുറകിൽ നിന്ന് കുത്തുകയാണ് ചെയ്യുന്നത്. ആദ്യം കുത്തി ഇറക്കുന്നതിൻ്റെ തൊട്ട് പുറകിൽ നിന്ന് കുത്തി ഇറക്കി മുന്നോട്ട് ചെയ്യുന്നു. അപ്പോൾ ഇപ്പോൾ 2 തവണ ചെയ്തു, ഇത് 3ആമത്തെ ചെയ്യുന്നു. പിന്നെ ഒന്നുകൂടെ ചെയ്യുമ്പോൾ 4, അങ്ങനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യാവുന്ന പോലെയാണ് ഇപ്പം ഞാനിത് ചെയ്യുന്നത്. ഇതിലും ചെറിയ മിററാണെങ്കിൽ 3ആയിട്ട് തന്നെ ചെയ്താൽ മതി. ഇപ്പോൾ ഒരു തവണ നമ്മളിത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ശേഷം നമ്മൾ പിന്നെ അതിൻ്റെ തൊട്ട് ഇപ്പുറത്തു നിന്നും കുത്തുകയാണ് ചെയ്യുന്നത്. ഇപ്പുറത്തു നിന്ന് കുത്തി പിന്നെയും അതുപോലെ തന്നെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന പോലെ പിന്നെയും ഒരു തവണയും കൂടെ ചെയ്താൽ മതി. ഇങ്ങനെ ഒരു തവണയും കൂടെ ഒന്ന് 4ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ കുത്തുന്നതനുസരിച്ച് ഒരു വശം കണ്ടുകൊണ്ട് അങ്ങ് ചെയ്താൽ മതി. അങ്ങനെ അത്രയും ഒന്ന് ചെയ്തതിന് ശേഷമാണ് നമ്മളിതിനെ അത് റിങ് ആക്കി എടുക്കുന്നത്. അപ്പം നമ്മൾ ആദ്യത്തെ വർക്ക് ഇവിടെ ചെയ്ത് കഴിഞ്ഞ് ഇനിയിപ്പം നമ്മളുടെ 2ാം ഘട്ടത്തിലേക്ക് തിരിയുകയാണ്. അപ്പം ഇത് മിററിനെ കവർ ചെയ്തിട്ടുള്ളത്. അതിനായിട്ട് നമ്മൾ സൂചി ഇവിടെ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് ഇതേപോലെ ഇങ്ങനെ പൊക്കിയെടുത്ത ശേഷം നമ്മൾ ആദ്യം ഈ കവർ ചെയ്തിരുന്ന ഈ നൂലുകളെ ഇങ്ങനെ എടുത്തുകൊണ്ട് ഇതേപോലെ ഇങ്ങനെ ചെയ്യുകയാണ്. ആദ്യം ഒന്ന് കെട്ടിയിട്ട് ശേഷം അങ്ങ് തുടങ്ങുകയാണ്. ഇതുപോലെ നൂല് അടിയിലൂടെ ഇട്ടുകൊണ്ട് നമ്മൾ ഈ നെയ്തെടുക്കുന്ന പോലെ ഇങ്ങനെ കൊണ്ടുവരികയാണ്. ഓരോരോ കെട്ടുകളാണ് വരുന്നത്. ഈ അടിയിലത്തെ ക്ലോത്തിലേക്ക് സൂചി കയറുന്നേ ഇല്ല. നമ്മൾ ആദ്യം ചെയ്തിരുന്ന ആ ത്രെഡുകളിൽ കൂടെ മാത്രമാണ് നമ്മൾ ഈ സൂചി ഇങ്ങനെ ഇപ്പോൾ കടത്തി വിടുന്നത്. അപ്പോൾ ഈ ഗമ്മൊക്കെ പോയി കഴിഞ്ഞാലും നമ്മുടെ മിറർ ഒരിക്കലും വെളിയിലോട്ട് ഇറങ്ങി പുറത്തുമില്ല. നല്ലൊരു നെയ്ത പോലെ ഒരു നല്ല ഭംഗിയിൽ അതിരിക്കുകയും ചെയ്യും. കുറച്ച് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം അതിൻ്റെ ആ ഒരു ഡിസൈനായി വരുന്നത്. ഇതേപോലെ ഇതുണ്ടല്ലോ, ത്രെഡ് ഇങ്ങനെ അടിയിൽ കൂടെ സൂചി എന്നിട്ട് അതിൻ്റെ മുകളിലൂടെ ത്രെഡിൻ്റെ മുകളിലൂടെ ഇങ്ങനെ വലിച്ച് എടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ നമ്മൾ ഈ മിററിൻ്റെ ഈ റൗണ്ട് വശം ഫുള്ള് ഇതേപോലെ ചെയ്ത് ഏറ്റവും ലാസ്റ്റ് വരുമ്പോൾ ഫിനിഷ് ചെയ്യുന്ന ആ ഭാഗത്ത് വെച്ച് ക്ലോത്തിലേക്ക് സൂചി കുത്തി താഴേക്ക് ഇറക്കി അടിവശത്ത് കെട്ടിയിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മളുടെ ഈ ചീത്ത വശത്തും ത്രെഡ് വളരെ കുറവേ വരുന്നുള്ളൂ. കണ്ടോ, ഇത്രയും ത്രെഡുകളെ വരുന്നുള്ളൂ. ബാക്കി ഇങ്ങനെ നമുക്ക് ഫിനിഷ് ചെയ്യുന്നത്. ഇനിയിപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത്രയും കൊണ്ട് വേണമെങ്കിലും നിർത്താം. സിമ്പിളായിട്ട് ചെയ്യുന്നതിന് ഇത്രയും കൊണ്ട് നിർത്താം. സിമ്പിൾ അല്ലാതെ ഒരു ഇച്ചിരിയും കൂടെ അതിനെ വർക്കിനെ ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടി ഞാൻ ഒരു ബുളിയൻ നോട്ട് കൂടി ഇതിൻ്റെ സൈഡിൽ കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് ഈ നമ്മൾ ആദ്യം ചെയ്ത ത്രെഡിനോട് ചേരുന്ന ഒരു കളർ എടുക്കുക. അപ്പം ഞാൻ ലൈറ്റ് ഗ്രീനാണ് എടുത്തിരിക്കുന്നത്. അത് ആ ഒരു കളറിൽ ഇങ്ങനെ എടുത്ത് ബുളിയൻ നോട്ട് ചെയ്യുന്നത് അറിയത്തില്ലാത്തവരൊന്ന് നോക്കിയാൽ മതി. ഇപ്പം തന്നെ ഇത് പഠിക്കാവുന്നേ ഉള്ളൂ. ഇതേപോലെ നമ്മൾ എത്രയും നീളത്തിലാണോ ചെയ്യേണ്ടത് അത്രയും നീളം മുന്നോട്ട് കണ്ട് കുത്തി നമ്മൾ ആദ്യം കുത്തിയതിൻ്റെ അടുത്തേക്ക് നീഡിൽ ഇതേപോലെ ഇങ്ങനെ ഫുള്ളിങ് ഇറക്കി വിടുകയില്ല, കുറച്ചിങ്ങനെ കയറ്റി വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഇപ്പോൾ നീഡിൽ കയറിയിരിക്കുന്ന ആ ഒരു അത്രയും ക്ലോത്ത് മെറ്റീരിയലിൽ കവർ ചെയ്യേണ്ട അത്രയുമാണ് നമ്മൾ ഈ സൂചിയിലേക്ക് ത്രെഡ് ഇങ്ങനെ ചുറ്റുന്നത്. അതായത് ഞാനിപ്പോൾ ഇവിടെ ഒരു 12 ചുറ്റാണ് ചുറ്റുന്നത്. എല്ലാ തവണയും 12 തവണ ചുറ്റുമ്പോൾ ആ ഒരു ഇപ്പോൾ നീഡിലിപ്പോൾ ക്ലോത്തിൽ കയറിയിരിക്കുന്ന ഒരു ഭാഗമുണ്ടല്ലോ, അത്രയും കവർ ചെയ്യാനുള്ള നീളമാകുന്നുണ്ട്. 10 ചെയ്താലും മതി. ഞാൻ ഇച്ചിരി തിക്കിലിരിക്കാൻ വേണ്ടിയാണ് 12 ചെയ്യുന്നത്. ശേഷം ഇതേപോലെ ഇങ്ങനെ വലിച്ചതിന് ശേഷം നമ്മൾ ആ ക്ലോത്തിൽ നീഡിലിരുന്ന ആ ഭാഗമുണ്ടല്ലോ, ആ ഭാഗത്തേക്ക് ഇതിങ്ങനെ തിരിച്ച് വെച്ചപ്പോൾ അത്രയുടെ കവറായി. ഇനിയിപ്പം നമ്മൾ ആ ഭാഗത്തേക്ക് തന്നെ
താഴേക്ക് ഇറക്കി വിടുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ അടുത്തത് കുത്താൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ബുളിയൻ നോട്ട് ചെയ്തതിൻ്റെ നേരെ സെൻട്രലായിട്ട് ഇത് വെളിയിൽ വശത്ത് സെൻറ്ററിലായിട്ട് ഇതേപോലെ ഇങ്ങനെ കുത്തിയെടുക്കുന്നു. അടുത്തത് നമ്മൾ ഈ മിററിൻ്റെ സൈഡിലായിട്ട് ഒരു ഇച്ചിരി ആദ്യം ചെയ്തതിൻ്റെ ആ ഒരു നീളമില്ല, ഗ്രീൻ ഭാഗത്തിൻ്റെ നീളം, അത്ര ഏകദേശം നീളം വരുന്ന പോലെയാണ് ഞാൻ ഈ രണ്ടാമത് ഇങ്ങനെ കുത്തിയെടുത്ത് ചെയ്യുന്നത്. അവിടെ അടുത്ത ബുളിയൻ നോട്ട് ചെയ്യുകയാണ്. അതും 12 തവണ ആണ് ഞാൻ ചുറ്റാൻ പോകുന്നത്. ആദ്യത്തെ അതേ നീളം തന്നെ വരാൻ വേണ്ടി 12 തവണയാണ് ഇവിടെ പിന്നെയും ചുറ്റാൻ പോകുന്നത്. അപ്പോഴും നമ്മൾ രണ്ടാമത്തെയാണ് ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ രണ്ടാമത്തെ ചെയ്തതിനും ഇങ്ങനെ ഈ വന്നുണ്ടല്ലോ. ഇപ്പോൾ ഇനിയിപ്പം ഇത്ര ഇങ്ങനെ ചെയ്തതിന് ശേഷം അതിൻ്റെ ആ ലാസ്റ്റ് ഭാഗത്തേക്ക് നമ്മൾ നീഡിൽ കുത്തി താഴേക്ക് ഇറക്കുകയാണ് ചെയ്യുന്നത്. പിന്നെയും നമ്മൾ അടുത്തതിനി ചെയ്യാൻ പോകുന്നത് ഈ മൂന്നാമത്തെ ബുളിയൻ നോട്ട് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ രണ്ടാമത് ചെയ്തതിൻ്റെ വെളിയിൽ ഭാഗത്തായിട്ട് സെൻറ്ററിൽ ഇതേപോലെ ഇങ്ങനെ കുത്തിയെടുത്തതിന് ശേഷം നമ്മൾ അതേ നീളത്തിൽ ഈ മിററിൻ്റെ സൈഡിലേക്ക് ഇങ്ങനെ എടുത്ത് പിന്നെയും 12 ചുറ്റി ഇങ്ങനെ നമ്മൾ ഈ മിററിൻ്റെ ചുറ്റുവശം ഫുള്ളായിട്ടും ഇതേപോലെ ബുളിയൻ നോട്ട് കൊണ്ട് ഒരു ഇങ്ങനെ കവർ ചെയ്യുന്ന പോലെ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഇനി വർക്ക് മുഴുവൻ ചെയ്ത് അങ്ങ് പൂർത്തിയാക്കാം. ഈ സൈഡ് വശത്ത് ഇങ്ങനെ ബുളിയൻ നോട്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ട് ഇത് നമ്മൾക്ക് ഒരു സ്വല്പം ഹെവി പോലെ തോന്നുന്നതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ ഡ്രസ്സുകളിൽ ഓരോന്നോരോന്നായിട്ട് വേണമെങ്കിലും നമുക്ക് ഈ വർക്ക് ചെയ്യാവുന്നതാണ്. യോക്കിലൊക്കെ ചെയ്യുമ്പോൾ ഓരോന്നോരോന്ന് ചെയ്താൽ മതി അവിടെ ഇവിടെയൊക്കെ ആയിട്ട്, അല്ലാതെ നിറച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി ഹെവി വർക്ക് പോലെ ആകുന്നതാണ്. പിന്നെ ഹെവി ആയിട്ട് ചെയ്യാൻ അല്ല എങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ സെൻറ്റർ ഭാഗമായി മാത്രമായിട്ട് ചെയ്താലും മതി. ബുളിയൻ റോസൊക്കെ ചെയ്യുന്നതിലും അതേപോലെ തന്നെ ഇരിക്കുകയും ചെയ്യും. എന്നാൽ ബുളിയൻ റോസ് ചെയ്യുന്ന അത്രയും നമുക്ക് മെനക്കെടാതെ തന്നെ ഈസി ആയിട്ട് ഈ ഒരു വർക്ക് ചെയ്യാനും പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു വർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി ഇതേപോലെയുള്ള വീഡിയോയുമായി വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.